ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അജ്മലിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പോലത്തുള്ളതാണ് ഭയങ്കര സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പല രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അവൻ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം പണ്ട് തൊട്ടേ എനിക്കറിയാം അവൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇത് വെളിയിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവരെ പറ്റി നമ്മൾ അധികം ചിന്തിക്കാറില്ല. അത് ആരാണോ പറയുന്നത് അവരെ പറ്റി മാത്രമേ നമ്മളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഇപ്പുറത്തുള്ളവർ ഭയങ്കരമായിട്ട് അവരെ പറ്റി നമ്മൾ മറന്നു പോവുകയാണ്. ഇവരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ അതുണ്ടെങ്കിൽ അതിന് ശേഷം കൊണ്ട് ഈ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതേ കണക്കുണ്ടെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് തമാശയ്ക്ക് വേണ്ടി ഇതേ കണക്ക് പുറത്ത് വിടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇത് എവൻ ചെയ്തത് തെറ്റല്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും നമ്മളുണ്ട് ഇങ്ങനത്തുള്ള വിഷയങ്ങളോ ചാറ്റോ ഒക്കെ വെളിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നവരെ മാത്രമായിരിക്കും. അതല്ലാതെ ഇപ്പുറത്ത് ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നവരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കാറില്ല. അവരുടെ കാര്യം നമ്മൾ മറന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്നവരെ മാത്രമേ എപ്പോഴും ടാർഗറ്റ് ചെയ്യാറുള്ളൂ. അതല്ലാതെ ഇപ്പുറത്ത് ആരാണെന്നുള്ള രീതിയിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള സ്റ്റോറി ഒന്നും അറിയത്തില്ല. ഇപ്പുറത്തുള്ളവർ ഭയങ്കരമായിട്ട് സംസാരിച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വെളിയിൽ കൊണ്ട് ഓഡിയോ ലീക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാണുന്നതാണ്.